ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ അലോവേര പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടൊരു പ്ലാന്റാണ് അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ. അലോവേര നമ്മളൊരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളൊരു പ്ലാന്റ് തന്നെയാണത്. ഹെയർ കെയറിന് വേണ്ടിയിട്ടും സ്കിൻ കെയറിന് വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് ആയുർവേദിക് മെഡിസിൻസിനൊക്കെ ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യുന്നത്. മെഡിസിനൽ പ്ലാന്റിലുപരി നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ് അലോവേര. രാത്രിയിലും പകലിലും ഒരുപോലെ ഓക്സിജൻ റിലീസ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാന്റ് ആണ് അലോവേര. അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ നമുക്ക് വളരെ ഈസി ആയിട്ട് കെയർ ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് രണ്ട് തരത്തിൽ വളർത്താം. മെഡിസിനൽ യൂസിനാണ് നമ്മൾ വളർത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ഔട്ട്ഡോറിൽ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഇൻഡോറിൽ വളർത്താമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ലോ ലൈറ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പം വരുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നതാണ്. അലോവേര പ്ലാന്റ്സ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ഇത് കാക്ടസിൻ്റെ ഒക്കെ പോലത്തെ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുറവ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അലോവേര ഒരു സെക്കുലൻ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെക്കുലൻസിന് യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മിക്സിൽ ഒരു പ്ലാന്റ് വളർത്താം. ഇനി ആ ഒരു പോട്ടിംഗ് മിക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചാണകപ്പൊടിയും മണലും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു പോട്ടിംഗ് മിക്സിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇത് ഇൻഡോറിൽ വളർത്തുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അലോവേര ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെളിച്ചം കുറഞ്ഞ ഏരിയയിലും നന്നായിട്ട് വളർന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ കൂടുതലും ആപ്റ്റ് ആയിട്ടുള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കുന്നതാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തുന്ന അലോവേര പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ ആഡ് ചെയ്തിട്ട് റീപോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഫെർട്ടിലൈസർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് വൺസ് ഇൻ എ മന്ത് ഒരു NPK ഫെർട്ടിലൈസർ എന്തായാലും കൊടുക്കുക. മെഡിസിൻ പർപ്പസിന് വളർത്തുന്ന അലോവേര പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോറിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെഡിസിനൽ പർപ്പസിന് വേണ്ടി വളർത്തുന്ന പ്ലാന്റ്സ് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ തന്നെ നന്നായിട്ട് വളർത്തുള്ളൂ. ഈ ഒരു പ്ലാന്റിന് ഒരിക്കലും അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം അധികം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് അഴുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചെടിയുടെ കടയിൽ മണ്ണ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അലോവേര നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ലൊരു എയർ പ്യൂരിഫൈങ് ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡോർ പ്ലാന്റ് കളക്ഷനിൽ അലോവേരയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ എങ്ങനെയാണ് അലോവേര റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ നോർമൽ ഗാർഡൻ സോയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടതാണ് ഈ ഒരു പോട്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റാണ് നട്ട് കൊടുക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളൊരു പ്ലാന്റാണ്. ഇത് ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പോട്ട് ചെയ്യുന്നത്. ഇനി അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുള്ള പോട്ടിംഗ് മിക്സിലാണ് നമ്മളിത് നട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. വെറ്റായിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്